തൃശൂരിൽ ബി.ജെ.പി. പ്രവർത്തകർ പണം നൽകി വോട്ട് തേടിയെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. പോലീസ് പ്രാഥമിക നടപടികൾ തുടങ്ങി. അശ്വിൻ പാലായി തൃശൂരിൽ ചേരുന്നു. അശ്വിൻ, വലിയ വിവാദമായിരുന്നു. നമ്മുടെ റിപ്പോർട്ടിലടക്കം ബി.ജെ.പി. പ്രവർത്തകർ പണം നൽകിയെന്ന പ്രതികരണങ്ങൾ ഈ പണം കൊടുത്തവർ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആരുടെയും പേര് ചേർത്ത് പ്രതി ചേർത്തുകൊണ്ടൊരു കേസെടുത്തോ? സുഹേൽ, നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്താനാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. തൃശൂർ ഒളരിയിലെ ശിവരാമപുരം കോളനിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബി.ജെ.പി. പ്രവർത്തകർ വാഹനങ്ങളിലെത്തി 21ഓളം വീടുകളിൽ പണം വിതരണം ചെയ്തു എന്നൊരു ആരോപണം ഉണ്ടായത്. തുടർന്ന് നാട്ടുകാർ തന്നെ ഇതിൽ ഇടപെട്ട് ആ സംഭവം തടയുകയും ചെയ്തിരുന്നു. അതിൽ പണം തന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വീട്ടുകാർ തന്നെ നമുക്ക് പ്രതികരണവും നൽകിയതാണ്. അങ്ങനെ 2 വീടുകളിൽ നൽകിയ പണമാണ് നാട്ടുകാർ എത്തി തടഞ്ഞത്. അതേ തുടർന്ന് വലിയ വിവാദവും ഉണ്ടായിരുന്നു. ആ സംഭവം വലിയ വാർത്തയായതിനെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് സംഭവത്തിലൊരു അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ പോലീസിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോലീസ് എന്തായാലും ഉടൻ തന്നെ ഈ കളക്ടറുടെ ഉത്തരവിന് പിന്നാലെ തന്നെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരുടെ അടക്കം മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന ബി.ജെ.പിയുടെ മണ്ഡലം ഭാരവാഹികളായ ചില ആളുകളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. ഒപ്പം ഇവർക്ക് നൽകിയ പണം, അതായത് 500 രൂപ വീതം 2 വീടുകളിൽ നൽകിയ പണമാണ് തെളിവായി ശേഖരിച്ചിട്ടുള്ളത്. ഈ പണത്തിന്റെ സീരിയൽ നമ്പർ അടക്കം പരിശോധിച്ച് കൃത്യമായ നടപടികളിലൂടെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ബി.ജെ.പി. പ്രവർത്തകരാണ് നൽകിയത് എന്നുള്ള ആരോപണത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളടക്കം നാട്ടുകാർ നൽകിയിട്ടുമുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പോലീസിന്റെ കൈവശം നൽകിയിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ഒളരി ഗ്രാമപഞ്ചായത്തിലെ ബി.ജെ.പി. പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. എന്തായാലും അതിൽ കൃത്യമായ നടപടികൾ എടുക്കുമെന്ന് പോലീസ് ഈ നാട്ടുകാർക്ക്, അതായത് പരാതി നൽകിയ ആളുകൾക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും അതിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വരും നിമിഷങ്ങളിൽ ഇതിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സുഹേൽ, ശരി. തൃശൂരിലെ ബി.ജെ.പി. പ്രവർത്തകർ വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തിൽ പ്രാഥമിക നടപടികൾ, അന്വേഷണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നെന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് അശ്വിൻ പാലായി നൽകിയത്.